ചാപ്ലിൻ പാരില്. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തു. ഇത് എന്താ ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ ഓക്കെ. ആൻഡ് കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു സൂര്യല്ലേ ഇത് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പോലും ഇല്ല ആരാ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ പറഞ്ഞു ക്യാരക്ടർ സൂര്യാണ് അല്ലേ ചോദിച്ചു. പുള്ളി എനിക്ക് കൈ ഒന്ന് നിൽക്കാൻ കഴിയുന്നില്ല. വളരെ 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 സന്തോഷം. ഇതിന്റെ ഒരു തുടക്കം ഞാൻ പറയാം. കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു. സർ, കാർത്തിക് സുബ്രാജ് പേசுறேன், ഒരു സ്റ്റോറി சொல்லணும். അയ്യോ എൻ്റെ അടുത്താണ്. ശരി, ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മെട്രാസിലുള്ള എൻ്റെ വീട്ടിലേക്ക് വന്നു. ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി. കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞു ചോദിച്ചു, ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല, ആരാണ് ഇതിലെ പ്രധാന നായകൻ, ഈ കഥാപാത്രം. പുള്ളി പറഞ്ഞു ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റും. ഞാൻ അപ്പം പറഞ്ഞു സൂര്യല്ലേ ഇത് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പോലും ഇല്ല ആരാ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ പറഞ്ഞു ക്യാരക്ടർ സൂര്യാണ് അല്ലേ ചോദിച്ചു. പുള്ളി എനിക്ക് കൈ തന്നു. സൂര്യാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു തൊട്ടടുത്ത് ചാപ്ലിൻ പാരിവേൽ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്നത് ചോദിച്ചു. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു. ചാപ്ലിൻ പാരിവേൽ. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തു. ഇത് എന്താ ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ ഓക്കെ. ആൻഡ് രണ്ടാമതൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു 10-40 ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുള്ളായിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ് എന്റെ സീൻസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പോകില്ല. ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും. പ്രത്യേകിച്ച് സൂര്യ സാറൊക്കെ എടുക്കുന്ന ഒരു പെയിൻ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൂര്യക്ക് എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത്, അടുത്തടുത്ത റൂമിലാണ്. അദ്ദേഹം രാവിലെ ഒരു 4-4:30 മണിക്ക് എണീറ്റ്, രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് കിടക്കുന്ന 2 മണിക്ക് 3 മണിക്കായിരിക്കും എങ്കിൽ 4 മണിക്ക് എണീച്ച് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിൻ, കഷ്ടപ്പാടുകളും ആഹാരത്തിന്റെ കാര്യത്തിലായാലും ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. പിന്നെ എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ്. ഏത് സമയവും എനിക്ക് കയറി ചെല്ലാവുന്ന ഒരു വീടാണ് അദ്ദേഹത്തിന്റെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സൂര്യയും കാർത്തികിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ്, ശിവകുമാർ സാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പം. കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സൊരു 20-25 വയസ്സായ പയ്യനാണ്. ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് വീട്ടിൽ അദ്ദേഹം ഹായ് വെൽക്കം ജയറാം എന്ന് പറഞ്ഞാൽ വിളിക്കും. കാരണം അദ്ദേഹം ഇവരെക്കാൾ ചെറുപ്പമാണ് മനസ്സുകൊണ്ടും എല്ലാം. സോ എനിക്ക് കാർത്തിക്കിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. പൊന്നിയിൻ സെൽവൻ എന്നുള്ള സിനിമയിൽ ഇപ്പോൾ സൂര്യ സാറിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. എന്തായാലും ഒരുപാട് സന്തോഷം. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്നും മുഴുവൻ പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ആദ്യം മനുഷ്യൻ ചെയ്യുന്നത്. ഒരുപാടാണ്, എത്ര പറഞ്ഞാൽ തീരില്ല. അദ്ദേഹം തന്നെ അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എത്ര പാവപ്പെട്ട കുട്ടികളെയാണെന്നത് ഈ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ട്. കുട്ടികളെ ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഭംഗിയും ചിരിയും രൂപവും അദ്ദേഹത്തിന്റെ ഇത് മാത്രമേ ഉള്ളൂ. മറ്റൊരു സൈഡാണ് ഏറ്റവും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. உங்க அந்த நல்ல மனசோட அந்த பாட்டு சொல்லி தேங்க்யூ சார்.